ഗുഡ് മോർണിംഗ്. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. പഠിച്ച് റിവൈൻഡൊക്കെ ചെയ്ത് സെറ്റായി എന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് രസകരമായൊരു ജീവിതാനുഭവത്തിലൂടെ, ഒരു റിയൽ ലൈഫ് സ്റ്റോറിയിലൂടെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോയാലോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇന്ന് ക്ലാസ് അല്ലേ, എന്താണ് റിയൽ ലൈഫ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നമുക്കിന്നൊരു പുതിയ രീതിയിലൂടെ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് എത്താം. നമുക്കിന്ന് പറയാൻ പോകുന്നത് ആരുടെ സ്റ്റോറിയാണ്? അലക്സിൻ്റെ ജേണി, ദ ജേണി ഓഫ് അലക്സ്. അലക്സ് എന്നുള്ള ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആളുടെ യാത്രാനുഭവങ്ങളുടെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അലക്സിന് മാത്രം പറഞ്ഞാൽ പോരാ, ഈ അലക്സിൻ്റെ യാത്രകളിൽ വേറെ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടറും കൂടി നമുക്കിതിൽ വരുന്നുണ്ട്. ആ വ്യക്തികളെ കൂടി ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഒരു ജോൺ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, ഒരു മറിയ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അത് നമുക്ക് ഈ കഥ പോകുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആരാണ് ആ വ്യക്തികളെന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ അലക്സ് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മുടെ അലക്സ് എന്ന് പറയുന്നത് നല്ലവണ്ണം പഠിക്കുന്ന, ക്യാമ്പസിലൊക്കെ ഏറ്റവും നല്ല വൈബായിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ഫൈനൽ ഇയറോട് കൂടി അവൻ നന്നായി പഠിക്കുകയും ചെയ്തിരുന്നു. എല്ലാ കാര്യങ്ങളിലും, രാഷ്ട്രീയത്തിലാണെങ്കിലും കോളേജിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ ഇൻവോൾവഡ് ആയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ഫൈനൽ ഇയറിലോട് കൂടി അവൻ്റെ അച്ഛന് തീരെ വയ്യാത്തൊരവസ്ഥയിൽ നിന്നു. അതോടൊപ്പം നമ്മുടെ സാമ്പത്തികമായിട്ട് അറിയാലോ, ഒരാൾ ഒരു വീടിൻ്റെ തുണ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും അഫക്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ കുടുംബത്തിലെ നിത്യ ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ട് വന്നു. അതുപോലെ അവൻ്റെ പഠനം തുടരാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലേക്ക് വന്നു. ആ സമയത്താണ് കോളേജിലെ ഫൈനൽ ഇയറിൽ ഇൻറ്റേൺഷിപ്പായിട്ടുള്ള പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ ഒരു സെലക്ഷൻ ക്യാമ്പ് വന്നത്. ആ സെലക്ഷൻ ക്യാമ്പിന് വന്ന സമയത്ത് ഇവൻ ഞാൻ പറഞ്ഞല്ലോ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല പഠിക്കുന്ന, നല്ല എനർജറ്റിക് ആയിട്ടുള്ള, നല്ല വൈബായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവനെ എന്ത് ചെയ്തു, ആ ക്യാമ്പസ് സെലക്ഷനിൽ സെലക്റ്റായി. ഇതൊരു നോർമൽ ചെറിയൊരു കമ്പനി ആയിരുന്നു, ഒരു AM കമ്പനി എന്ന് പറയുന്ന കമ്പനി. അതിലേക്ക് ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സെയിൽസിൻ്റെ ഒരു പോസ്റ്റിങ്ങിലായിരിക്കും, സെയിൽസുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റിങ്ങിലാണ് അവന് പോസ്റ്റിംഗ് കിട്ടിയത്. അപ്പോൾ കൂടെയുള്ള വിദ്യാർത്ഥികളെല്ലാം അവനെ കളിയാക്കി. കാരണം ഇനിയിപ്പോൾ നീ പോകുന്നത് ഇത്രയും പഠിച്ചിട്ട് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഈ പണിക്കാണോ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചേ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവനതൊന്നും കാര്യമാക്കിയില്ല. കാരണം അവൻ്റെ മുന്നിൽ ഒരു ജോലി അത്യാവശ്യമായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്തു, അവൻ അത് ഏറ്റെടുത്തു. അവൻ തീരുമാനമെടുത്തു. ആ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞോടുകൂടി അവരെ AM കമ്പനിയിൽ നേരിട്ട് ചെന്നു. എങ്കിലും അവർ ക്യാമ്പസ് സെലക്ഷനിലൂടെ സെലക്ട് ചെയ്തെങ്കിലും അവരുടേതായിട്ടുള്ള ചെറിയ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം അവരുടെ എല്ലാ കഴിവുകളും, ഇവൻ്റെ എല്ലാ കഴിവുകളും മനസ്സിലാക്കി അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുത്തിരുന്നു. ഇനി ഇപ്പോൾ കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അടുത്തത് എന്തൊക്കെയാണ് വേണ്ടത്, ഇവരിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താണ്ട് എന്നൊക്കെ മനസ്സിലാക്കി AM കമ്പനി അവർക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ കൊടുത്തു. അതിനുശേഷം അവനെ മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് ഒരു 2 ഏരിയകൾ അവനായിട്ട് എന്ത് ചെയ്തു, കൊടുത്തു. അവന് ആ ഒരു സെയിൽസ് നടത്തേണ്ടത്, അല്ലെങ്കിൽ ആ ടാർഗറ്റ് നടത്തേണ്ടത് അവിടെയാണ്. നമ്മൾ ആ സെയിൽസ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ആ 2 ഏരിയയിലായിട്ട് അവന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് അവൻ എന്താണ്, ജോലിയിലേക്ക് കയറാനായിട്ട് നെക്സ്റ്റ് ഡേ തൊട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവൻ്റെ ധാരണയിൽ, അലക്സിൻ്റെ ധാരണയിൽ എന്തായിരുന്നു, അവൻ പഠിച്ചിരുന്ന പാഠപുസ്തകങ്ങളിൽ നിന്നും അവൻ അറിഞ്ഞിരുന്ന അനുഭവങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞ സെയിൽസ്മാൻ്റെ ജോലി, അല്ലെങ്കിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ജോലി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എന്താണ്, പ്രൊഡക്റ്റ് കൊണ്ടുപോവുക, കസ്റ്റമേഴ്സിൽ എത്തിക്കുക, ഇത്ര മാത്രമായിരുന്നു. ജസ്റ്റ് ഒരു പുഷിങ് മാത്രം, അവരെ കൊണ്ട് എന്ത് ചെയ്യുക, പുഷ് ചെയ്യുക മാത്രമാണ് ഒരു പേഴ്സണൽ സെല്ലിങ് അല്ലെങ്കിൽ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഒരു ജോലി എന്നാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൻ ആ ജോലിയിലേക്ക് എൻ്റർ ചെയ്ത സമയത്താണ് അവന് മനസ്സിലായത്. എന്താണ് മനസ്സിലായത്? ഇത് വെറും ഒരു ജോലിയല്ല, വെറുതെ ഒരു പുഷിങ് മാത്രമല്ല. എന്താണ്, ഇതൊരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വേണം. അവർ 2 പേര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, മുന്നോട്ട് നയിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് അലക്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്സിൽ പറയുന്നത്. അപ്പോൾ ആദ്യം 2 വ്യക്തികൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ജസ്റ്റ് പുഷിങ് മാത്രം പോരാ, അവരെ കൊണ്ട് എന്ത് ചെയ്യണം, പെർസ്യൂഡ് ചെയ്യും വേണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. അതേപോലെ തന്നെ അവർ ആരായിട്ട് ഡീൽ ചെയ്യുന്നത്, ഒരു ഹ്യൂമൻ എലമെൻ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നത്, അല്ലാതെ മെഷീൻസ് അല്ല.
അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എന്ത് വേണം, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അവൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തു. അവൻ ആ ഏരിയയിൽ പോയി ഇറങ്ങി, പ്രൊഡക്റ്റുകളുമായി ഇറങ്ങി. ആദ്യം ചെല്ലുന്ന ഒരു വീട് എന്ന് പറയുന്നത് മറിയ എന്ന് പറഞ്ഞ, നേരത്തെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല, മറിയ എന്ന കസ്റ്റമർ വീട്ടിലേക്കാണ് ചെന്നത്. മറിയ ഒരു ഹൗസ് വൈഫ് പ്ലസ് എന്തുമായിരുന്നു, ജോലിയും കൂടിയുള്ള ഒരു സ്ത്രീയായിരുന്നു. ഞായറാഴ്ചയാണ് ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ആര് പോയത്, അലക്സ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ അറിയാലോ, ഒരു വീട്ടമ്മയും പ്ലസ് ജോലിക്ക് പോകുന്നൊരു വ്യക്തിയും കൂടി ആവുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള മെൻ്റൽ പ്രഷറിൽ, ടെൻഷനിലായിരുന്നു ആ മറിയ. അപ്പോൾ ഇവർ ബാഗുമായിട്ട് വന്ന് ഇത് തുറക്കുന്ന സമയത്ത് തന്നെ അവർക്ക് തോന്നി, വന്നു തുടങ്ങി, നേരം വിളിച്ചാകുമ്പോൾ തന്നെ ഓരോ സാധനങ്ങളും കൊണ്ട് ഇറങ്ങും, നമ്മളെ ബുദ്ധിമുട്ടിക്കാനൊക്കെ തോന്നി. അപ്പോൾ അലക്സിനോട് മറിയ ഉടനെ പറഞ്ഞു, ഇവിടെ ആരുമില്ല, ഇവിടെ ഒന്നും വേണ്ട, ഇങ്ങനത്തുള്ള സാധനങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, മറിയ അവനോട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ അവിടെ അലക്സ് എന്ത് ചെയ്തില്ല, തോറ്റു കൊടുത്തില്ല. കാരണം അവൻ്റെ ആദ്യത്തെ ഒരു ചുവടുവയ്പ്പാണല്ലേ. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യില്ല, അവൻ പിന്മാറില്ല എന്ന് അവന് ഉറപ്പായിരുന്നു. അവൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഒരു മിനിറ്റ് മതി, ഇതൊന്ന് നോക്കൂ, ഈ പ്രൊഡക്റ്റുകളൊന്ന് ജസ്റ്റ് നോക്കൂ, ചെറിയൊരു പ്രൊഡക്റ്റ് എടുത്താൽ മതി, ജസ്റ്റ് ട്രൈ വൺ, ഏതെങ്കിലും ചെറിയൊരു കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ മറിയയ്ക്ക് തോന്നി, ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഒരു ആളല്ലേ വന്നിരിക്കുന്നത്, അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് വിറ്റാലല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഗേറ്റൊക്കെ തുറന്നു. ആ പ്രൊഡക്റ്റ് കാണിക്കാനായിട്ട് മറിയ എന്ത് ചെയ്തു, സമ്മതം കൊടുത്തു. അപ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി അവൻ നേരെ വന്ന് മറിയായിട്ട് എന്ത് ചെയ്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ എടുത്തു വെക്കുന്നതോടൊപ്പം തന്നെ വീട്ടിലെ വിശേഷങ്ങളും, എന്താ ജോലി ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്, കുട്ടികൾ എന്താ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അലക്സ് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഏകദേശം അവർ തമ്മിൽ എന്തുണ്ടായി, ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ, ഈ പ്രൊഡക്റ്റ് കാണിക്കുന്നതിലൂടെ മറിയയ്ക്ക് മനസ്സിലായി, മറിയ അവരെന്താ പറയുക, ഒരു ഇമോഷണൽ ട്രാക്കിൽ പെട്ടു എന്ന് തന്നെ പറയാം. ഇമോഷണലായിട്ട് എന്താണ് മനസ്സിലാക്കിയത്, അവരെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവൻ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ചെറിയൊരു പ്രൊഡക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഓക്കെ പറഞ്ഞ് മറിയ പിന്നെ എടുക്കുന്നത് ലാസ്റ്റ് കുറച്ചുകൂടി വിലയുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് വാങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എന്തായി, അലക്സ് അവിടെ വിജയിച്ചു അല്ലേ. അവരുടെ ആ ഒരു സ്റ്റെപ്സ്, അലക്സ് എടുത്തിട്ടുള്ള ആ ഒരു പ്രയത്നം അവിടെ വിജയിച്ചു. അപ്പോൾ അലക്സ് എന്ത് ചെയ്തു, ഏകദേശം മറിയ ഓക്കെ ആയി, നമുക്ക് സെറ്റായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അലക്സ് എന്ത് ചെയ്തു, അലക്സ് അവരുടെ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ എന്ത് ചെയ്തു, ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്തു, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അതിൻ്റെ വാല്യൂ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു, പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി. അവസാനം അത് പറഞ്ഞു മനസ്സിലാക്കി ആളെ കൊണ്ട് എന്ത് ചെയ്തു, മറിയെ കൊണ്ട് ആ പ്രൊഡക്റ്റ് എടുക്കുന്ന രീതിയിലേക്ക്, ഒരു സ്റ്റേജിലേക്ക്, ട്രയൽ ദ ക്ലോസ് എന്ന് പറഞ്ഞാൽ ട്രയൽ ചെയ്യണ വരയ്ക്ക് ഇത് നമുക്ക് നോക്കി നോക്കാം എന്നൊരു മാനസിക അവസ്ഥയിലേക്ക് ആരെ മാറ്റി, നമ്മുടെ മറിയനെ അലക്സ് മാറ്റിയെടുത്തു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ അലക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്തൊക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അലക്സ് അവിടെ ചെയ്തു അല്ലേ. അവരെ പറഞ്ഞു മനസ്സിലാക്കി, അവരെ പ്രോസ്പെക്റ്റ് ചെയ്തു, പ്രസൻറ്റ് ചെയ്തു, ഡീൽ ചെയ്തു അല്ലേ. അപ്പോൾ അവിടെ ഈ ഒരു പ്രോസസ്സിലൂടെ എന്താണ് അലക്സ് ചെയ്തത്, അലക്സ് ആദ്യം ഉണ്ടാക്കിയത് എന്താണ്, അറ്റൻഷൻ വാങ്ങി അല്ലേ, അവരുടെ ശ്രദ്ധ പിടിച്ചു വാങ്ങി. അതിനുശേഷം അവരിൽ നിന്നൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, കേൾക്കാനും അല്ലെങ്കിൽ കാണാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കി. അതിനുശേഷം അത് വാങ്ങാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കി. ലാസ്റ്റ് അത് വാങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആരെ എത്തിച്ചു, അലക്സ് മറിയനെ എത്തിച്ചു. അപ്പോൾ നല്ല കഴിവുള്ള വ്യക്തിയല്ലേ അലക്സ്. അപ്പോൾ നല്ലോണം എന്ത് ചെയ്യാൻ പറ്റി, അവൻ്റെ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സെയിൽസ്മാൻ്റെ ആയിട്ടുള്ള എല്ലാ കഴിവും പുറത്തെടുക്കാനായിട്ട് സാധിച്ചു എന്ന് അവൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ഒബ്ജക്ഷൻ, ട്രയൽ ക്ലോസ് അല്ലേ, നമ്മുടെ അവസാന സ്റ്റേജിൽ ഓക്കെ എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ മറിയ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, മറിയ ചെയ്തിട്ടുള്ള കുറേ മെത്തേഡ്സ് ഉപയോഗിച്ചിരുന്നു. അല്ലെങ്കിൽ ആദ്യം എന്താണ് പറഞ്ഞത്, ടേണിങ് നോ ടു എസ് ആക്കി മാറ്റി അല്ലേ. മറിയ പറഞ്ഞ നോയിനെയാണ് ആര് എസ് ആക്കി മാറ്റിയത്, ജോൺ അത് പറഞ്ഞ് എക്സാം. അതിൻ്റെ അവൻ കുറേ മെത്തേഡ്സുകൾ ഉപയോഗിച്ചു. എന്താ പറയുക, നോ എന്ന് പറയുമ്പോൾ അതിനെന്തുകൊണ്ടാണ്, എന്നാലൊന്ന് ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ പറയുമ്പോൾ അതിന് വളരെ ശാന്തപൂർണ്ണമായിട്ട് എന്ത് ചെയ്തു, അതിനെ പറഞ്ഞു മനസ്സിലാക്കി. ഈ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് അടുത്തുള്ള കടകളിൽ കിട്ടും അല്ലെങ്കിൽ അടുത്ത ഷോപ്പിൽ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അത് ഒന്നും കൂടി
ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനേക്കാളും വില കുറവാണ്, ക്വാളിറ്റി കൂടുതലാണ്, ഞങ്ങളിതിൻ്റെ സെയിൽസ് സർവീസൊക്കെ ഇത് കഴിഞ്ഞാലും തരും എന്നൊക്കെ പറഞ്ഞ് കുറേ മെത്തേഡ്സുകളിലൂടെ, കുറേ അപ്രോച്ചുകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അലക്സ് മറിയനെ എന്ത് ചെയ്തു, അവസാനം സമ്മതിപ്പിച്ചു. ഓക്കെ. അപ്പോൾ അലക്സിന് മറിയ എന്നുള്ള കസ്റ്റമറെ കിട്ടിയപ്പോൾ മനസ്സിലായി സെല്ലിംഗ് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കേണ്ടതുണ്ട്, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സെയിൽസ് അവർ എന്ത് ചെയ്തു, നേടിയെടുത്തു. സെയിൽസ് മാനേജറായിട്ടുള്ള ആരെ അറിയിച്ചു, ജോൺ, നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ജോൺ എന്നുള്ള വ്യക്തിനെ അറിയിച്ചു. അപ്പോൾ ജോണിനോട് പറഞ്ഞു, ഞാൻ ഇന്നത്തെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട്, ഇത്രയും കസ്റ്റമേഴ്സിനെ കണ്ടിട്ടുണ്ട്, അതിൽ മറിയ എന്ന് പറഞ്ഞ കസ്റ്റമറെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി, എന്താ പറയുക, അവർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടി എന്നൊക്കെ പറയും. അപ്പോൾ സെയിൽസ് മാനേജർ പറയും, നീ എന്താ വിചാരിച്ചേ, ചെറിയൊരു കാര്യമാണോ ഈ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സെയിൽസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ബിസിനസ്സിന് ഏറ്റവും നല്ല റവന്യൂ ആണ്. അപ്പോൾ ആ റവന്യൂ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് നീ, അല്ലേ? അപ്പോൾ നീ അതിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയണം, നിനക്ക് എന്തൊക്കെ വേണ്ട, എന്തൊക്കെ സ്കില്ലുകളാണ് അറിയേണ്ടി വരിക. അപ്പോൾ അവൻ ആലോചിച്ചു എന്തൊക്കെ സ്കില്ലാണ് വേണ്ടി വരിക. അപ്പോൾ ജോണിനോട് ചോദിച്ചു, ഞാൻ ആ സ്കില്ലൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? അപ്പോൾ ജോൺ പറഞ്ഞു അലക്സിനോട്, നമുക്ക് അതിന് വേണ്ട ട്രെയിനിങ് ഒക്കെ തരാം. എന്തൊക്കെ ട്രെയിനിങ് തരാം, എന്തൊക്കെ വന്നാലും, എന്തൊക്കെ ഒബ്ജക്ഷൻ വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കഴിവ്, അതാണ് ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത്. ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സെയിൽസ്മാൻ ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നന്നായിട്ട് എന്ത് ചെയ്യണം, ട്രെയിനിങ് വേണം. അതോടൊപ്പം നിനക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ കാമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് റിപ്ലൈ ചെയ്ത് കൊടുക്കാനും അതിനനുസരിച്ച് ആ ഒബ്ജക്ഷനെ എസ് ആക്കി മാറ്റാനുള്ളൊരു കഴിവ് നിനക്കുണ്ട്. അത് നന്നായിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യണം, നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. ഇൻ്റർപേഴ്സണൽ സ്കിൽ അത് നിനക്ക് നല്ലോണം ഉണ്ട്, നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിനക്കുണ്ട്. അപ്പോൾ 1-2 കഴിവുകൾ നമ്മൾ കൂടി ആഡ് ചെയ്യാനുണ്ട്. അത് ഏതൊക്കെ കഴിവുകളാണെന്നുള്ളത് ആര് പറഞ്ഞു കൊടുത്തു, നമ്മുടെ ജോൺ എന്ന് പറഞ്ഞു കൊടുത്തു. ഒരു സെയിൽസ് പേഴ്സൺ ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, നല്ലൊരു എന്ത് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഇൻ്റർപേഴ്സണൽ സ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ, ഇമോഷൻസ് മനസ്സിലാക്കാൻ, ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, നല്ലൊരു ഓർഗനൈസേഷൻ സ്കില്ല് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ് എൻ്റെ ജോലിയുടെ. അതിൻ്റെ അപ്പുറത്ത് നോൺ സെല്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം, അതിനോടൊക്കെ അവർക്കനുസരിച്ചിട്ടുള്ള ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കണം, അത് പ്രസൻറ്റ് ചെയ്യണം. സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്, ബാക്കി കുറേ കാര്യങ്ങൾ നോൺ സെല്ലിംഗ് ആക്ടിവിറ്റീസ് ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ആ ജോണ് അത്യാവശ്യം ട്രെയിനിങ് ആർക്ക് കൊടുത്തു, അലക്സിന് കൊടുത്തു. അതായത് ഇമോഷണൽ സപ്പോർട്ടായിട്ടും ട്രെയിനിങ് ആയിട്ടും സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും ആർക്ക് കൊടുത്തു, ജോൺ എന്ന വ്യക്തി അലക്സിനെ കൊടുത്തു. അപ്പോൾ അലക്സിന് മനസ്സിലായി, ഇനി ഞാനിങ്ങനെ പോയാൽ പോരാ, ഒന്നും കൂടിയൊക്കെ ഡെവലപ്പ് ചെയ്താൽ നമുക്ക് ഈ സെയിൽസ്മാൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു സെയിൽസ് കരിയറിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. എനിക്ക് ഇതിൽ നിന്ന് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരാനായിട്ട് സാധിക്കും, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് ആര് മനസ്സിലാക്കി, അലക്സ് മനസ്സിലാക്കി. അപ്പോൾ അലക്സ് എന്ത് ചെയ്തു, നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഏതൊക്കെ കരിയറിലേക്ക് നമുക്ക് പോകാമെന്നൊക്കെ പഠിച്ച് ഈ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് അവൻ അവസാനം എന്തായി മാറി, ഒരു കമ്പനിയുടെ തന്നെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്ന ആൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഒക്കെ കഴിയുമ്പോൾ പിന്നെ മാറുന്നത് സെയിൽസ് മാനേജർ. ജോൺ വേറൊരു സ്ഥലത്തേക്ക് കമ്പനിയിലേക്ക് മാറിപ്പോകുന്ന സമയത്ത് ജോണിന് പകരം കമ്പനി തന്നെ ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്യാണ്, ആരെന്നെ പ്രൊമോട്ട് ചെയ്യാണ്, അലക്സിനെ ആ സ്ഥാനത്തേക്ക് എടുത്തു. അത് കഴിഞ്ഞ് അലക്സ് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അടുത്ത അവർ സെയിൽസ് ട്രെയിനറാക്കി വർക്ക് ചെയ്തു, ടീം ലീഡറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഇപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലായിട്ടുള്ള കമ്പനിയുടെ തന്നെ ഏറ്റവും സെയിൽസ് ഡയറക്ടർ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റ് ഓഫ് സെയിൽസ് ഒക്കെ ആയി മാറി, ആ കമ്പനിയുടെ ഏറ്റവും വലിയ ആളായിട്ട് മാറി. ആ സമയത്ത് ഏറ്റവും വലിയ ആളായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ മറിയേനെ പുറത്ത് വെച്ച് കണ്ടത്. ഏതോ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ മറിയെ കസ്റ്റമറെ പുറത്ത് വെച്ച് കണ്ടു. അപ്പോൾ അലക്സ് അന്ന് കണ്ട ആ പരിചയം ഓടിച്ചെന്ന് നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി, എന്താ സുഖമല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവൻ അന്ന് തുടങ്ങിയ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഇന്നും വലിയ നിലകളിൽ എത്തിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സെയിൽസ് പേഴ്സണ് അല്ലെങ്കിൽ നല്ലൊരു സെയിൽസിൽ നിൽക്കുന്ന ഒരു കമ്പനിയിൽ നിൽക്കുന്ന ഒരാൾക്ക്, നല്ലൊരു വ്യക്തിക്ക് വേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്,
നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താൽ തന്നെ കസ്റ്റമർ എന്ത് ചെയ്യും, നമ്മളെ അന്വേഷിച്ച് വരും, നമ്മുടെ പ്രൊഡക്റ്റ് അന്വേഷിച്ച് വരും എന്നുള്ളതാണ് ഈ അലക്സിൻ്റെ ഈ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കും അത് തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അലക്സും ജോണും മറിയും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകളിൽ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനിതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം, കുറച്ച് ക്യാരക്ടർ നിങ്ങളുടെ മനസ്സിൽ ധരിക്കുന്നതിലൂടെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള BCOMലെ BCOS 186ൻ്റെ ഒരു പേപ്പറാണ് അല്ലേ. അപ്പോൾ ആ പേപ്പർ വെറുതെ ഇങ്ങനെ പഠിച്ചു പോകുന്നതിന് പകരം നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മളിതുമായി ബന്ധപ്പെട്ട് പഠിച്ചത്, എന്താണ് അലക്സുമായി ബന്ധപ്പെട്ട് പഠിച്ചത് എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കിയത് എന്താണ്, ഒരു അലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ആരാണ്, അദ്ദേഹം ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോയിൻ ചെയ്ത വ്യക്തിയാണ്. ജോൺ എന്ന് പറയുന്നത് സെയിൽസ് മാനേജർ, മറിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കസ്റ്റമർ അല്ലേ. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താണ് വ്യക്തമാക്കാൻ ശ്രമിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പറഞ്ഞത്, അലക്സിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത് എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞെങ്കിൽ അല്ലേ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ബയറും സെല്ലറും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, അവിടെ ഒരു പുഷ് സ്ട്രാറ്റജി വേണം, അതുപോലെ തന്നെ കസ്റ്റമൈസർ ആയിരിക്കണം, കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറണം. അതോടൊപ്പം ഒരു ഹ്യൂമൻ എലമെൻറ്റ് അതിലും കൂടി എന്ത് വേണം, ആഡ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഒരു സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, വെറും ഒരു പുഷ് സ്ട്രാറ്റജി മാത്രമല്ല, ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനും കൂടി അതിൽ വേണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഈ അലക്സിൻ്റെ സ്റ്റോറിയിൽ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു അല്ലേ. രണ്ടാമതായിട്ട് അലക്സ് എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത്, മറിയയുടെ മോട്ടീവ് എന്താണ്, ബൈയിങ് മോട്ടീവ് എന്താണ്, അത് ഇമോഷണൽ മോട്ടീവാണോ അതോ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട മോട്ടീവാണോ, പാറ്റർനേജ് മോട്ടീവാണോ. നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നു, പ്രൊഡക്റ്റ് മോട്ടീവും പാറ്റർനേജ് മോട്ടീവ്. പ്രൊഡക്റ്റ് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനോടുള്ള കസ്റ്റമറുടെ ഒരു ഇഷ്ടം അല്ലേ. പാറ്റർനേജ് പറഞ്ഞാൽ പർട്ടിക്കുലർ ഷോപ്പിനോടോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ലൊക്കേഷനോടോ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ഇഷ്ടത്തെയാണ്. ആ ഇഷ്ടം കൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങണേ നമ്മൾ എന്ത് വിളിക്കുക, പാറ്റർനേജ്. അപ്പോൾ മറിയയുടെ മോട്ടീവ് എന്താണ്, മറിയയുടെ ഹയറാർക്കി നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അവിടെയാണ് അലക്സ് വിജയിച്ചത് അല്ലേ. അലക്സ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്, അത് പ്രസൻറ്റ് ചെയ്തത്. പ്രസൻറ്റ് ചെയ്യുന്നതിലൂടെ ആദ്യം എന്താ ചെയ്തത്, എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് പറഞ്ഞു തന്നു, പ്രോസ്പെക്റ്റ് ചെയ്തു, അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. രണ്ടാമതായിട്ട് ആ ഇൻഫോർമേഷനെ കുറിച്ച് ഇത് പ്ലാൻ ചെയ്തു. അത് കൃത്യമായിട്ട് അവരെന്നെ എന്ത് ചെയ്തു, പ്രോസ്പെക്റ്റിൻ്റെ വെച്ച് അപ്രോച്ച് ചെയ്തു, ഡെമോൺസ്ട്രേറ്റ് ചെയ്തു, പ്രസൻറ്റ് ചെയ്തു അല്ലേ. അത് കഴിഞ്ഞ് ഒബ്ജെക്ഷൻസ് ഒക്കെ വന്നപ്പോൾ അതെന്ത് ചെയ്തു, ഡീൽ ചെയ്തു, സെയിൽസ് ക്ലോസ് ചെയ്തു, ആഫ്റ്റർ സെയിൽസ് സർവീസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അല്ലേ. അപ്പോൾ ശരിക്കും മറിയ പറഞ്ഞ നോ എന്നുള്ള ഒബ്ജെക്ഷനെ എന്താക്കി മാറ്റി, എസ് ആക്കി മാറ്റി. അതിൽ ഏത് പ്രോസസ്സിലൂടെയാണ് എസ് ആക്കി മാറ്റിയത്, ആദ്യം ചെയ്തത് എന്താണ്, ഒരു മിനിറ്റ് സമയം തരുമോ ഒന്ന് ശ്രദ്ധിക്കാമോ എന്ന് ചോദിച്ച് അറ്റൻഷൻ പിടിച്ചു പറ്റി. അതിനുശേഷം ഓക്കെ പറഞ്ഞപ്പോൾ അവരിലൂടെ നമുക്ക് എന്ത് ചെയ്തു, ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ളൊരു ഡിസയർ ആരിലുണ്ടാക്കി, മറിയ എന്ന കസ്റ്റമറിലുണ്ടാക്കി. ശേഷം അതവർ കൺവിൻഷൻ ചെയ്തു, ഉറപ്പിച്ചു, ആ സെയിൽസ് അവർ ഉറപ്പിച്ചു. അപ്പോൾ വെറുതെ ഒന്നും അങ്ങനെ ഉറപ്പിക്കുകയല്ല, ഒരുപാട് ഒബ്ജെക്ഷൻ ഉണ്ടായിരുന്നു. ആ ഒബ്ജെക്ഷൻ മെത്തേഡ്സ് ആണ് നമ്മളിതിൽ കണ്ടത്. എസ് ബട്ട് അപ്രോച്ച്, ഡിനയൽ മെത്തേഡ്, ബൂമറാങ് മെത്തേഡ്, കൗണ്ടർ ബാലൻസ് മെത്തേഡ്, ക്വസ്റ്റ്യൻ മെത്തേഡ്. ഇതിലൊന്ന് ഒരുപാട് മെത്തേഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആ ഒരു കസ്റ്റമർ ഉദ്ദേശിക്കുന്ന ഇവിടെ ആരാണ്, മറിയേനെ അലക്സ് എന്ത് ചെയ്തത്, അപ്രോച്ച് ചെയ്തത്. ഈ മറിയും അലക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് റിലേഷൻഷിപ്പാണ് അല്ലേ. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും അതിലൂടെ അവർക്കൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും ഒരു വിശ്വാസം, ആ കമ്പനിയോട് ആ പ്രൊഡക്റ്റിനോട് ഒരു മറിയയ്ക്ക് വിശ്വാസം ക്രിയേറ്റ് ചെയ്യാൻ കൂടി ആര് ചെയ്തിട്ടുണ്ട്, അലക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൂടെ പിന്നെന്താണ് പറഞ്ഞത്, ഒരു സെയിൽസ് പേഴ്സൺ ആവാൻ എന്തൊക്കെ വേണം, നമ്മൾ ആര് പോയി ചോദിച്ചു, അലക്സ് ജോണിനോട് പോയി ചോദിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, എന്തൊക്കെ നീ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഏതൊക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, നല്ല ഓർഗനൈസേഷൻ സ്കില്ല് വേണം, ഇൻ്റർപേഴ്സണൽ സ്കില്ല് വേണം, നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള കഴിവ് വേണം, ഇമോഷണലായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് വന്നാലും ചൂടായാലും ദേഷ്യപ്പെട്ടാലും കരഞ്ഞാലും അതിനൊക്കെ കൗണ്ടർ ബാലൻസ് ചെയ്യാനുള്ളൊരു സ്കില്ല് വേണം. അപ്പോൾ ഇതിലൂടെ ഈ ഡെവലപ്പ് ചെയ്തതിലൂടെ ആർക്ക് മാറാൻ പറ്റി, നമ്മുടെ അലക്സിനെ മാറാനായിട്ട് സാധിച്ചു. അലക്സ് അത് മനസ്സിലാക്കി നല്ല രീതിയിൽ ഉപയോഗിച്ച കാരണം എന്തായി മാറി,
ഏറ്റവും ടോപ്പ് ലെവലിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്ന ആൾ ആ കമ്പനിയുടെ തന്നെ ഏറ്റവും വലിയ ടോപ്പ് പൊസിഷനിൽ എത്തി. എങ്കിലും അയാളൊരു ഫംഗ്ഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ നമ്മുടെ മറിയേനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് പരിചയപ്പെടാനും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും നിന്നു. അപ്പോൾ അലക്സിൻ്റെ കഥ ഇതോടെ നിൽക്കുന്നില്ല. അലക്സ് എന്ത് ചെയ്യുന്നു? ഇനിയും മുന്നോട്ട് പോവുകയാണ്. അലക്സിന് അറിയാം ഇപ്പോൾ ആരുടെ കാലമാണ്? ഫുള്ളി എയുടെ കാലമാണ്. അപ്പോൾ അത് ഇങ്ങനെ നിന്നാൽ പോരാ, ഇനിയും എന്തുണ്ട്? ഡെവലപ്പ് ചെയ്യാനുണ്ട്. എന്തൊക്കെ പഠിക്കാനുണ്ട്? നമുക്ക് കുറച്ച് എ ടൂൾസും ഡിജിറ്റൽ ടൂൾസൊക്കെ പഠിക്കണം. CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ചെയ്യണം. പിന്നെ നെറ്റ്വർക്കിംഗ് വേണം, സോഷ്യലായിട്ടുള്ള സെല്ലിങ്, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും സ്നാപ്പും അങ്ങനെയുള്ള സാധനങ്ങളിലൂടെ നമുക്ക് ഇത് വിൽക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ഡാറ്റ ഡ്രൈവൻ സെല്ലിങ് എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ പുതിയ മെത്തേഡുകൾ ഉപയോഗിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോഴും ആര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്? അലക്സ് അവരുടെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കഥയിലൂടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സെയിൽസ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഒരു വിൽപ്പനയല്ല. അവിടെ ഒരുപാട് എന്ത് വേണം? ഒരുപാട് ക്വാളിറ്റീസ് വേണം. ആദ്യമായിട്ട് വേണ്ടത് കസ്റ്റമർ എമ്പത്തറ്റിക്കലായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമ്മളാണെങ്കിൽ അവരുടെ ഭാഗത്തായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുള്ളൊരു ചിന്താഗതി വേണം. അതോടൊപ്പം ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അത് ബിസിനസ്സിൽ മാത്രമല്ല, പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ആരാണോ അവർക്ക് തന്നെയാണ് എന്തുണ്ടാവുള്ളൂ? ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് സെയിൽസ് എന്ന് പറയുന്നത്. ആ സെയിൽസ് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് എല്ലാ തരത്തിലും ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോബ് ചില്ലറയല്ല. അപ്പോൾ നല്ലവണ്ണം ഒരുപാട് അവസരങ്ങളുള്ളൊരു ജോലിയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇത് പഠിക്കാതെ, ഇപ്പോൾ സബ്ജക്റ്റ് മാത്രം പഠിക്കാതെ ഈ സബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ കരിയറിൽ മുന്നേറാം, എന്തൊക്കെ സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാനും കണ്ടുപിടിക്കാനും ജീവിതത്തിൻ്റെ ഉന്നത പദവിയിലെത്താനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അലക്സിനെ പോലെ നല്ലൊരു സക്സസ്ഫുൾ സ്റ്റോറി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ BCOMൻ്റെ BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പിൻ്റെ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ചിന്തിക്കൂ, പ്രവർത്തിക്കൂ, നല്ല രീതിയിൽ മുന്നോട്ട് വരും. ഓക്കെ, താങ്ക് യു.